നിന്നും മെത്രാനിൽ നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. സംശയാസ്പദമായി സംശയാസ്പദമായി പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും ഈ വൈദികൻ ഇപ്പോഴും ഈ പെണ്ണിൻ്റെ കെട്ടിയവൻ്റെ ചേട്ടനാണോ അനിയനാണോ ചേട്ടൻ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. അതൊക്കെ മാറണം. കുറ്റവാളികളെ പിടിച്ചു കൊടുക്കരുതേണ്ടേ. ഇവൻ കുറ്റക്കാരനാണെന്ന് പറയാനുള്ള ആർജവം ആർക്ക് കാണണം? മെത്രാന് കാണണം. പോലീസ് കണ്ടെത്തൽ. ഫോൺ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും സംബന്ധിച്ച് നോബി ലൂക്കോസ് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ നിർണായകമായ തെളിവ് ഷൈനിയുടെയും നോബിയുടെയും മൊബൈൽ ഫോണുകളാണ്. ഇത് രണ്ടും FSL പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. നോബി ലൂക്കോസ് മാത്രമാണ് പ്രതി. പക്ഷേ തൊടുപുഴ ചുങ്കത്തെ വീട്ടിൽ വെച്ച് നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷൈനിയുടെ കേസ് ഒരു രീതി കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ഇവിടെ കുറ്റക്കാരനെന്ന് പോലീസ് കറക്റ്റായിട്ട് അങ്ങ് എഴുതി വെച്ചു നോബിയാണെന്ന്. നോബിയുടെ ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രമാണ് ഷൈനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നോബിയുടെ പിന്നെയുള്ള ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനി ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്നറിയാം. ആ വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോബിയും അതോടൊപ്പം തന്നെ നോബിയുടെ അച്ഛനുണ്ടല്ലോ, കള്ളപ്പാതിരി, ആ കള്ളപ്പാതിരിക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു പങ്കിനെ കുറിച്ചുമൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഈ കേസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നത് അതും നമുക്ക് സംസാരിക്കാം. എന്തായാലും ഈ പുള്ളിയുടെ ജാമ്യാപേക്ഷയെക്കുറിച്ചുള്ള വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ നോബി വർഗീസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഉന്നത സ്വാധീനമുള്ള പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഉന്നത പിടിപാടുള്ള ഈ നോബി തെളിവ് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും എന്ന് ആർക്കറിയാം? പോലീസിനും അറിയാം. അതോടൊപ്പം തന്നെ കോടതി കൊടുത്ത ആ ഒരു റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവൻ്റെ ജാമ്യാപേക്ഷ എന്തായിരിക്കും, അവന് ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് കണ്ടറിയാം. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ ഈ സംഭവം നടന്നത്, അതായത് ഷൈനി മരിച്ച ഇതിൻ്റെ തലേദിവസം 27-ാം തീയതി വൈകിട്ട് 10:30 ഇവൻ കോൾ വിളിച്ച് പറഞ്ഞത്, നീ പോയി ചത്തോടി, നീ ചത്തു കഴിഞ്ഞ് ഞാൻ വരുത്തുള്ളൂ എന്ന രീതിയിലൊക്കെ അല്ലയോ സംസാരിച്ചേ. എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഷൈനി പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിനെക്കാട്ടിലും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഇവരുടെ വീട്ടിൽ ഈ പറയുന്ന ഷൈനിയുടെ അമ്മായിപ്പനും അമ്മായിമ്മയും ഈ കള്ളപ്പാതിരിയൊക്കെ ചേർന്ന് ചെയ്തിട്ടുണ്ട്. അന്നേരം ഒന്നും ഈ ഷൈനിക്ക് ഇതൊന്നും തോന്നാത്ത ഷൈനി എന്തുകൊണ്ടാണ് ഇവൻ ഈ ഒരു കോൾ വിളിച്ചപ്പോൾ പോയി ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് മാത്രമാണോ ഇതിൻ്റെ അകത്തെ കാരണം? അല്ല. ഇതിനകത്ത് കാരണക്കാരായിട്ടുള്ള ആരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യേണ്ടത് ശർക്കരത്തള്ളയെ ചോദ്യം ചെയ്യണം. ശർക്കരത്തള്ള ഇതിൻ്റെ അകത്തൊരു മെയിൻ ഘടകമാണ്. അതോടൊപ്പം തന്നെ ആ പൂക്കണ്ണീരൊലിപ്പിച്ച 1 മീറ്റർ തുണി നനച്ച ആ കിളവനുണ്ടല്ലോ, നോബിയുടെ തന്ത, അങ്ങാരെ ചോദ്യം ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഘടകമായിട്ട് നിൽക്കുന്ന കള്ളപ്പാതിരിയെ ചോദ്യം ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന ഷൈനിയുടെ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന് ഒരുത്തൻ അങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെ കൊണ്ട് തീർക്കേണ്ടതല്ല ഈ കേസ്. കാരണം ഇവൻ പലപ്പോഴും ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇവൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവൻ അന്നത്തെ ദിവസവും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഒരു ഘടകമാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ഇവനെതിരെ ഇപ്പം ചുമത്തിയിരിക്കുന്നത് എന്താണ്? ആത്മഹത്യ പ്രേരണ കുറ്റമാണ്. അതല്ല, ഇവനെതിരെ വേറെ വകുപ്പുകളോട് ചുമത്തണം. ഇവന് മാത്രമല്ല, ഇവൻ്റെ വീട്ടുകാർക്കും എതിരെയും ചുമത്തണം. എന്തായാലും ആ ഒരു വാർത്ത ഒന്ന് കേട്ടു നോക്കി. അതിൻ്റെ അകത്തൊരു പോയിന്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് അങ്ങോട്ട് കണക്റ്റ് ആകും. ഏറ്റുമാനൂരിൽ മക്കളെയും കൂട്ടി ഷൈനി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്താവ് നോബി ലൂക്കോസ് പിന്തുടർന്ന് പീഡിപ്പിച്ചതാണെന്ന് പോലീസ് റിപ്പോർട്ട്. മരിക്കുന്നതിന്റെ തലേന്ന് നോബി ഷൈനിയുടെ ഫോണിൽ വിളിച്ച് മക്കളുമൊത്ത് മരിക്കാൻ ആവശ്യപ്പെട്ടു. നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ തൊടുപുഴയിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഷൈനിയെയും 10-11 വയസ്സുള്ള പെൺമക്കളെയും മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനം സഹിക്കാതെ അവിടെ നിന്നിറങ്ങിയിട്ടും നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് ഉപദ്രവിച്ചു. നിരന്തരം ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഷൈനിയും മക്കളും മരിക്കുന്നതിന്റെ തലേന്ന്, അതായത് ഫെബ്രുവരി 27 രാത്രി 10:30 ഷൈനിയുടെ ഫോണിലേക്ക് നോബി ലൂക്കോസ് വിളിച്ചു. ഫോൺ എടുത്തയുടൻ നോബി പറഞ്ഞത്, നീ നിന്റെ 2 മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി. ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും നിന്റെ മക്കളും ചാകണം. എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടേടി എന്നാണ്.
നോബിയുടെ ഈ വാക്കുകൾ ഷൈനിയെ മാനസികമായി തകർത്തു. ഇതിന്റെ മനോവിഷമത്തിലാണ് ഫെബ്രുവരി 28 പുലർച്ചെ 4:50 വീട്ടിൽ നിന്നിറങ്ങി ഷൈനിയും മക്കളും കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഫോൺ വിളി ഇവിടെ ഈ പോലീസ് ഈ കണ്ടെത്തിയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പറഞ്ഞു, അത് കേട്ടിട്ട് അങ്ങനെ പോയി ഒരു ചാവണ്ടിയ ഒരു പെങ്കൊച്ചല്ല അത്. കാരണം അത്രയും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. പലയിടത്തും നിലനിൽക്കണം, ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ കാരണം. ഇതിന് പല രീതിയിൽ ടോർച്ചർ ചെയ്തവരുണ്ട്. പല രീതിയിൽ. ഈ ഷൈനി സ്വന്തം വീട്ടിൽ, അതായത് കോട്ടയത്ത് എത്തിയപ്പോൾ എന്നിട്ട് പോലും ഈ പറയുന്ന നോബിയുടെ കുടുംബം ഈ പെങ്കൊച്ചിനെ നിരന്തരം ഈ ഫോൺ വിളിച്ചുകൊണ്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കുടുംബശ്രീയിൽ നിന്ന് ടോർച്ചറുണ്ട്, സ്വന്തം വീട്ടിൽ നിന്ന് ടോർച്ചറുണ്ട്. അതുമാത്രവുമല്ല, ജോലിക്ക് ചെല്ലുന്നിടത്ത് അവിടെ ജോലി കൊടുക്കാതിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിയെ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിച്ചവർ നിരവധിയാണ്. അവരെയൊക്കെ ചോദ്യം ചെയ്യണം. ഇതിനകത്ത് ഇവരെ ജോലി തട്ടിത്തെറിപ്പിച്ച, ഈ ഷൈനിക്ക് ജോലി കിട്ടിയെടുത്തു നിന്ന് ജോലി തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ ആ 2 കന്യാസ്ത്രീകളുണ്ടല്ലോ, ഈ ശർക്കര തള്ളയുടെ അനിയത്തിമാർ, അവർക്കെതിരെയും നടപടിയെടുക്കണം. അങ്ങോട്ടൊക്കെ കേസ് പോകണം. അല്ല ഈ പറയുന്ന നോബിയെ തന്നെ അങ്ങോട്ടങ്ങോട്ട് ഒതുക്കി വെക്കല്ലേ. നോബി തന്നെയാണ് തെറ്റുകാരൻ എന്ന രീതിയിൽ വെച്ച് ആ കേസ് അവസാനിപ്പിക്കേണ്ടതല്ല. ഇവിടെ ഇപ്പം നോബിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതൊക്കെ ആരായിരിക്കും? വലിയ വക്കീൽ മൈൻഡുള്ള മറ്റേ പാതിരി തന്നെ ആയിരിക്കും. ഏതാ ബോബി, മുത്തുച്ചിപ്പി പാതറേ, പുള്ളിയുടെ ഐഡിയ ആയിരിക്കും ഇതൊക്കെ. എടാ നീ എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു കൊടുത്തരും കേട്ടോ. അങ്ങനെ ആണെങ്കിൽ നീ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, നമ്മുടെ കുടുംബക്കാർ രക്ഷപ്പെടും, പിന്നെ നമ്മുടെ സിസ്റ്റർമാർ രക്ഷപ്പെടും, അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷൈനയുടെ കുടുംബക്കാർ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതനുസരിച്ചായിരിക്കണം ഈ പറയുന്ന നോബിയുടെ ആ ഒരു ഡ്രാമ അങ്ങ് കൃത്യമായിട്ട് പോയത്. അവൻ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്, അല്ലാതെ അവൻ ചെയ്യാത്ത കുറ്റമൊന്നുമല്ല, അവൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷെങ്കിൽ ഈ പറയുന്ന കള്ളപ്പാതിരിയും ഈ ശർക്കരത്തള്ളയും ഈ ശർക്കരത്തള്ളയുടെ ഭർത്താവായ ഈ നോബിയുടെ തന്തയും ഈ പറയുന്ന ഷൈനിയുടെ വീട്ടുകാരെയും ഈ ശർക്കരത്തള്ളയുടെ അനിയത്തിമാരായിട്ടുള്ള 2 സിസ്റ്റർമാരെയൊക്കെ ചോദ്യം ചെയ്യണം. ഇവരൊക്കെ ഈ പറയുന്ന ഷൈനിയെ നിരന്തരം ഉപദ്രവിച്ചിട്ടുള്ള ക്രിമിനൽസുകളാണ്. ഇവരെ ഒന്നും ചോദ്യം ചെയ്യാതെ കേസ് അവസാനിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഇവനിൽ മാത്രം ഒതുങ്ങി അങ്ങ് പോകേണ്ട കേസല്ല. ഫോൺ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും സംബന്ധിച്ച് നോബി ലൂക്കോസ് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ നിർണായകമായ തെളിവ് ഷൈനിയുടെയും നോബിയുടെയും മൊബൈൽ ഫോണുകളാണ്. ഇത് രണ്ടും FSL പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. നോബി ലൂക്കോസ് മാത്രമാണ് പ്രതി. പക്ഷേ തൊടുപുഴ ചുങ്കത്തെ വീട്ടിൽ വെച്ച് നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2024 ജൂണിൽ ഷൈനി നൽകിയ ഗാർഹിക പീഡന കേസ് കൂടി കണക്കിലെടുത്ത് അന്വേഷണം മുന്നോട്ട് പോയാൽ ആത്മഹത്യാ പ്രേരണയിൽ കൂടുതൽ പ്രതികളുണ്ടാകും. അതാണ് വേണ്ടത്. 2024 ഈ ഷൈനി കൊടുത്ത ഒരു ഗാർഹിക പീഡന കേസുണ്ടല്ലോ, അതുകൂടെ വെച്ചോണ്ട് പോണം. എങ്കിൽ ഈ പറയുന്ന പ്രതികളെല്ലാം വന്നിട്ട് അതിൽ വീഴും. അതുകൂടെ ചെയ്യണം. അല്ലാതെ ഇവിടെ ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം ചുമത്തി അങ്ങനെ നോബിയിൽ മാത്രം അങ്ങോട്ട് ഒതുക്കണ്ട. ഈ മറ്റേ കേസുണ്ടല്ലോ, ഷൈനി കൊടുത്തൊരു കേസ്, ഈ ഷൈനി ഒരു കേസും കൊടുത്തിട്ടില്ല, ഞങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ലെന്ന് പറഞ്ഞ ആ തള്ളയുണ്ടല്ലോ, ആ ശർക്കര തള്ള, ആ തള്ളയൊക്കെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ചോദ്യം ചെയ്യണം. എന്നിട്ട് വേണം കാര്യങ്ങൾ അങ്ങോട്ട് ലെവലായിട്ട് പോകാൻ. എന്തായാലും ഈ പറയുന്ന സഭ പോലും ഈ കള്ളപ്പാതിരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കള്ളപ്പാതിരി ഈ കള്ളപ്പാതിരിയെ എന്തിനാണ് സഭ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെത്രാനൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്താ? ഇവരുടെ കേസെല്ലാം ബാധിക്കുന്നത്, ഈ പള്ളിയിലെ എല്ലാ കേസും ബാധിക്കുന്നത്, അവയ കേസൊക്കെ ബാധിച്ചിട്ടുള്ളതും ഒക്കെ ആയിരിക്കും ഈ പറയുന്ന പാതിരി തന്നെ ആയിരിക്കും. ഈ സഭകളിൽ എന്തൊക്കെ പോക്രിത്തരം കാണിക്കുന്നുണ്ടോ അതൊക്കെ വാദിക്കുന്നത് ഈ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്താൽ വെച്ചിരിക്കുക. എന്തായാലും ഒരു ചേട്ടൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കണക്ട് ആവും. ഈ പാതിരിയെക്കുറിച്ച് പറയുന്നുണ്ട്. പരസ്നേഹം, പരസ്പര ബഹുമാനവും വിശ്വാസവും അതോടൊപ്പം സ്വന്തം സമുദായത്തെക്കുറിച്ചൊരു ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു. ആ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഈ ചേർത്ത് പിടിക്കൽ ആരിൽ നിന്നെല്ലാം വീഴ്ച വന്നു? പലരും ചേർത്ത് പിടിക്കാതിരുന്നു. അത് പുറകോട്ട് ഇവരുടെ ചുരുളഴിയുമ്പോൾ കാണാം. ഇതിനകത്ത് വൈദികനുണ്ട്, ഇടവക വികാരിമാരുണ്ട്, പോലീസ് അധികാരികളുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം, ഒരു അമ്മയും 2 മക്കളുമാണ് പോയത്. ആ റെയിൽപ്പാളത്തിൽ അമ്മയോട് ചേർത്ത് കണ്ണുടച്ച് ട്രെയിനൊക്കെ വരുമ്പോഴത്തേനും സാമാന്യ മനുഷ്യർ ഈ ബഹളവും ഒച്ചയും കണ്ട് പേടിച്ച് ചാടേണ്ടതാണ്. പക്ഷേ അതിനും മാത്രം അവരുടെ മനസ്സും ശരീരവും എല്ലാം ആയിപ്പോയി. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോൾ അതിന് ഇനിയെങ്കിലും നടന്നു ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കരുത് എന്നത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. യാതൊരു സംശയവുമില്ല. ഇവിടെ ചേട്ടൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ അവരുടെ മനസ്സായിപ്പോയി. അതായത് ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടിട്ടും അതിൻ്റെ മുമ്പിൽ നിന്ന് അവർ മാറാതെ
ഈ ഷൈനിയും കുഞ്ഞുങ്ങളും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനവരെ പ്രാപ്തരാകുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തവരാണ് ഈ പറയുന്ന കുറ്റക്കാർ. അതായത് ഈ സഭയിലുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ വീട്ടുകാർ, അങ്ങനെ തുടങ്ങി ഈ പറയുന്ന എല്ലാവരും അതിൻ്റെ അകത്ത് കുറ്റക്കാർ തന്നെയാണ്. അല്ല എങ്കിൽ ഷൈനിക്ക് അങ്ങനത്തെ ഒരു ഇത് വരില്ല. അത്രയും കൂകി പാഞ്ഞു വരുന്ന ഒരു ട്രെയിൻ, അത്ര സ്പീഡിൽ വരുന്നത്, സൗണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എവിടെ ഇരുന്നാൽ കേൾക്കാം ഈ ട്രെയിൻ പാളത്തെ കടന്ന് അടിക്കുന്ന പൊട്ടപ്പൊടാന്ന് അടിക്കുന്നത്. അതിന് മുമ്പിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ അവർ എത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഓക്കെ, ബാക്കി കേട്ടു. ആര് തന്നെ ഇതിന് പ്രതികളായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. ഞങ്ങൾക്ക് കാശൊക്കെ കുറവാണ്, സാമ്പത്തിക ഇതിനായിട്ടൊന്നും ഒരുപാട് കൈക്കൂലി കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ജനശക്തിയോടുകൂടി ഇതിന് കൃത്യമായ മറുപടി കിട്ടുന്നത് വരെ, അത് ഏത് വൈദികനായാലും ഏത് മെത്രാനായാലും ഏത് പോലീസ് അധികാരി ഏത് മന്ത്രിയായാലും ആരായാലും മുഖം നോക്കാതെ ഇതിൻ്റെ കുറ്റക്കാരാരാണെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കപ്പെടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ചേട്ടനാണ് പുലി, ഇത് വേണം. നമ്മുടെ കാശും ഇതൊന്നും ഇല്ല, പക്ഷെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. അത് അച്ഛനായാലോ മെത്രാനായാലോ സ്വന്തം വീട്ടുകാരായാലോ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഈ ചേട്ടൻ പറഞ്ഞ പറച്ചിൽ കേട്ടോ, അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമുക്കൊന്നും ഷൈനി ആരാണെന്ന് അറിയില്ല. നമ്മൾ ഈ ഒരു ഹാർട്ട് ഫാമറൊക്കെ അവരൊക്കെ റിപ്പോർട്ട് ചെയ്തതിൽ പ്രകാരമാണ് നമ്മൾ പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഷൈനിക്ക് നീതി കിട്ടണം എന്നുള്ള കാരണം കൊണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇതുപോലെ വീഡിയോ ചെയ്യുന്ന പലരുമുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കൊക്കെ കമൻ്റ് ഇടുന്ന ഓരോ പ്രേക്ഷകരുമുണ്ട്. അവർക്കെല്ലാം ആഗ്രഹം എന്താണ്? നീതി കിട്ടണം. ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ചേട്ടൻ ബാക്കി പറയട്ടെ. അല്ല, പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തുന്നത് കൂടുതലായും ഈ അന്വേഷണങ്ങൾ എന്തേ എങ്ങും എത്താതെ പോയത്, അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. അത് സ്വന്തം ഇടവക വികാരിമാരിൽ നിന്നും മെത്രാനിൽ നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. സംശയാസ്പദമായി സംശയാസ്പദമായി പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും ഈ വൈദികൻ ഇപ്പോഴും ഈ പെണ്ണിൻ്റെ കെട്ടിയവൻ്റെ ചേട്ടനാണോ അനിയനാണോ ചേട്ടൻ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. അതൊക്കെ മാറണം. കുറ്റവാളികളെ പിടിച്ചു കൊടുക്കണ്ടേ? ഇവൻ കുറ്റക്കാരനാണെന്ന് പറയാനുള്ള ആർജവം ആർക്ക് കാണണം? മെത്രാന് കാണണം. അതില്ലാത്ത, അങ്ങനെ പിടിച്ചു കൊടുക്കാത്ത പല ഇൻസിഡൻറ്റുകൾ ഈ രൂപതയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായി. ഇനിയും ഇത് പാടില്ല. ഇതാണെങ്കിൽ പറയാനോ കേട്ടോ, അവരെ പിടിച്ചു കൊടുക്കാനുള്ള ഒരു ആർജവം ആര് കാണിക്കണം? മെത്രാൻ കാണിക്കണം. പിന്നെ എന്താ പറയുക, ഒരു പരാതിയൊക്കെ കൊടുത്ത് ഒരു സംശയം കണ്ടാൽ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം വേറെ ഉണ്ട്. അപ്പോൾ ഈ അച്ഛനെതിരെ നല്ല രീതിയിലുള്ള സംശയങ്ങൾ സഭയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും ആൾക്കാർ ഉന്നയിച്ചിട്ടും ഈ പറയുന്ന പാതിരിയെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു. എവിടോ കയറി ഒളിച്ചിരിക്കുക പുള്ളിക്കാരൻ. അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എവിടോ കയറി പിന്നെ മച്ചിൻപുറത്ത് കയറി ഒളിച്ചിരിക്കുക കള്ളപ്പാതിരി, മുത്തുച്ചിപ്പി പാതിരി. ഇനി ആ മച്ചിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് മുത്തുച്ചിപ്പി വായിച്ചുകൊണ്ടിരിക്കുക എന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഇങ്ങാരിട്ടിരിക്കുന്ന ആ വസ്ത്രത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണോ? ഇങ്ങാരിട്ടിരിക്കുന്ന ആ നൈറ്റ് ഉണ്ടല്ലോ, ആ നൈറ്റ് കൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. ഇങ്ങാരെ വിളിച്ച് ചോദ്യം ചെയ്യണം, അതാണ് വേണ്ടത്. ഇങ്ങാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഇവിടെ നോബിയിൽ മാത്രം അങ്ങോട്ട് ഒതുക്കിക്കൊണ്ട് പോയി ഈ കേസ് അവസാനിപ്പിക്കരുതേ എൻ്റെ പോലീസേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് ഓരോ പ്രേക്ഷകർക്കും പറയാനുള്ളത്. തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ തെറ്റുകാരനല്ലെങ്കിൽ ഒളിക്കേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്തവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞാനിവിടെ എന്തെങ്കിലും ഇല്ലാവചനം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പേടിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞ കാര്യം സത്യസന്ധമായി അറിഞ്ഞതിൻ്റെ ബേസിലാണ് ചില സംശയങ്ങളാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത പോലീസ് പരാതികൾ ഇതിലേ പോയി? ആരിത് മുക്കുന്നു? ഈ വൈദികൻ്റെ ഇടപെടലുകൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ ഇത്രയും സംഭവങ്ങൾ നടന്നത്? ആ വൈദികൻ അങ്ങനെ ചെയ്യുമ്പം എത്രാനൊരു ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഫെയിലായിട്ടുണ്ട്. ഇനിയും ആ ഫെയിലിയർ പാടില്ല എന്നാണ് പറയുന്നത്. അതെ, ചേട്ടൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ? ആരാണ് മുക്കുന്നത്? ഇതിന് മുമ്പേ കൊടുത്ത, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതി എന്തുകൊണ്ട് മുക്കി? അതെന്തേ എങ്ങും എത്താതെ പോകുന്നു? പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഈ കള്ളപ്പാതിരി എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല? ഉള്ളിൽ തന്നെ ഉറച്ചിരിക്കുന്നു. എൻ്റെയൊക്കെ വീഡിയോയുടെ താഴെയും ഞാൻ ആ ഒരു ഐഡിയ പലയിടത്തും കണ്ടു കേട്ടോ. അങ്ങനെ എല്ലാ വീഡിയോയുടെയും താഴെ ഒരു കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ഇടുന്നത്, നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞിട്ട് വലിയ റീച്ച് ആയല്ലോ, പേയ്മെൻറ്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന രീതിയിൽ പറയുകയാണ്. അതായത് പ്രേക്ഷകരെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കമൻറ്റാണ് ഞാൻ കണ്ടത്. എന്തോ മാത്യു എന്നും കണ്ടെന്ന് പറഞ്ഞ കമൻറ്റ് പലയിടത്തും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതിരിക്കെതിരെ പറയുന്ന വീഡിയോയുടെ താഴെയാണ് ഈ കമൻറ്റ് മൊത്തം.
അതുമാത്രമല്ല ഇങ്ങനെ ഈ പാതിരിക്കെതിരെ പറയുന്ന വീഡിയോ ഇടുന്നവരുടെ വീഡിയോയ്ക്ക് താഴെയാണ് ഏറ്റവും കൂടുതൽ ആ കമൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ആ കമൻറ്റ് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ ഒരു കമൻറ്റ്. അപ്പം നോക്കിക്കോണേ, പല കളികളും ഇൻസൈഡിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇവിടെ ഇപ്പോൾ സഭ ഈ പാതിരിയെ സംരക്ഷിച്ച് വെച്ചോണ്ടിരിക്കുക തന്നെയാണ്. അത് എന്തിനാ സംരക്ഷിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവിടെ നോബി മാത്രമൊന്നുമല്ല കുറ്റക്കാരൻ. നോബിയിൽ ഒതുക്കിയിട്ട് അങ്ങ് തീർക്കാനായിട്ട് നോക്കണ്ട. ഈ കള്ളപ്പാതിരിയെ ചോദ്യം ചെയ്യണം, കള്ളപ്പാതിരിയുടെ അമ്മയെ ചോദ്യം ചെയ്യണം, അച്ഛനെ ചോദ്യം ചെയ്യണം, അവരുടെ മറ്റേ 2 സഹോദരിമാരുണ്ടല്ലോ കന്യാസ്ത്രീകൾ, അവരെ ചോദ്യം ചെയ്യണം, ഇവിടെ ഈ ഷൈനിയുടെ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനൊരു അവസാനം വരുത്തുള്ളൂ. പിന്നെ 2024 ജൂൺ മാസം കൊടുത്തിരുന്ന ഒരു ഗാർഹിക പീഡന പരാതി ഉണ്ടല്ലോ, ആ കേസൂടെ കറക്റ്റായിട്ട് കൊണ്ടുവരണം. അതെങ്ങും ഇല്ലാതെ അവിടെ അങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ കള്ളപ്പാതിരി, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇവിടെ നോബിയെ മാത്രം അങ്ങോട്ട് ഇട്ടിട്ട് നോബി മാത്രമാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ ഈ കേസിനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷൈനിയൊക്കെ ഒന്നും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അവന്മാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാത്തിനെയും കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഈ പറയുന്ന എന്താ പറയുക, സ്ത്രീകൾ പോയി ഈ ആണുങ്ങളുടെ മുമ്പിൽ, ഈ അച്ഛന്മാരുടെ മുമ്പിൽ പോയി കുമ്പസാരിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല. എനിക്ക് കുമ്പസാരിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് ദൈവമായിട്ടാണ് നമുക്ക് നേരിട്ട് പറയേണ്ടത്. പിന്നെ ഈ പറയുന്ന അച്ഛന്മാരുടെ മുമ്പിൽ പോയി സ്ത്രീകൾ പോയി പറയേണ്ട കാര്യമില്ല. അത് ആണെങ്കിൽ കന്യാസ്ത്രീമാരോട് പറയുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു നിയമം ഇനി സഭകളിലൊക്കെ കൊണ്ടുവരട്ടെ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സത്യത്തിൽ ഞാൻ ഈ കുമ്പസരിക്കുന്നതിനോട് എതിർപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം നമ്മൾ കുമ്പസരിക്കുന്നെങ്കിൽ അത് ദൈവവുമായിട്ട് ഡയറക്റ്റ് ആയിരിക്കണം. നമുക്ക് മധ്യസ്ഥൻ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ പിന്നെ ഈ എന്താ പറയുക, ഈ കുമ്പസാരിക്കുന്ന കത്തോലിക്ക പള്ളിയിലും ഓർത്തഡോക്സ് പള്ളിയിലും മറ്റു പള്ളികളിലൊക്കെ ഇങ്ങനെ ഒരു കുമ്പസാര സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിൽ സ്ത്രീകൾ കുമ്പസാരിക്കുകയാണെങ്കിൽ ഇനി കന്യാസ്ത്രീകളോട് കുമ്പസാരിക്കട്ടെ. അതുമാത്രമല്ല പുരുഷന്മാർ മറ്റേ പറയുന്ന അച്ഛന്മാരുടെ അടുത്തും കുമ്പസാരിക്കട്ടെ. അതൊക്കെയല്ലേ വേണ്ടിയത്. അല്ല എങ്കിൽ മറ്റേ I2Iൽ സുനിൽ പറഞ്ഞ പോലെ ഇവന്മാരുടെ മറ്റേ അംശവടി ഇതാകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും